കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് മാടായിക്കാവ് എന്നറിയപ്പെടുന്ന ശ്രീ മാടായി തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം. ആചാരാനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ശാക്തേയ കൗളാചാര പ്രകാരമുള്ള ഈ ഭഗവതി ക്ഷേത്രം ഉത്തര മലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയെല്ലാം മാതൃക്ഷേത്രം കൂടിയായി കണക്കാക്കപ്പെടുന്നു. കണ്ണൂരിൽ നിന്നും പഴയങ്ങാടി വഴിയുള്ള പയ്യന്നൂർ റൂട്ടിൽ എരിപുരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. തിരുവർക്കാട്ടമ്മ അഥവാ തിരുവർക്കാട് ഭഗവതി എന്നും മാടായിക്കാവിലമ്മ അറിയപ്പെടുന്നു. ഭഗവതിയോടൊപ്പം സപ്തമാതാക്കൾ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. പരമശിവനും മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയാണ്. എന്നാൽ ശിവനേക്കാൾ ഭഗവതിക്കാണ് പ്രസിദ്ധി. ഗണപതി, ശാസ്താവ്, ക്ഷേത്രപാലകൻ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവന്മാർ. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷികോത്സവമാണ് മാടായിക്കാവ് പൂരം. മീനമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങി പൂരം നാളിൽ വടക്കുണ്ട തടാകത്തിലെ ആറാട്ടോടെയാണ് ഈ പൂരോത്സവം സമാപിക്കുന്നത്. വലിയാരടി പൂജയും രക്തപുഷ്പാഞ്ജലിയും അകപൂജയും ഗുരുതി തർപ്പണവുമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ. വസൂരി പോലെയുള്ള രോഗങ്ങൾ വരുമ്പോൾ പണ്ട് മുതലേ കുരുമുളക് നേദിക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടാണ്. രാവിലെ 5:30 മുതൽ 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം. മൂഷക വംശകാലം തൊട്ടേ കോലത്തുനാട് ഭരണാധികാരികളുടെ പ്രധാന ആരാധനാ കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഇവിടെ ശാക്തേയ പൂജാവിധികൾക്കാണ് പ്രാധാന്യം. പൂജാരിമാർ പൊടവർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഭദ്രകാളി സങ്കല്പമായതിനാൽ ഇവിടെ കളമ്പാട്ട് പോലുള്ള പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി നടക്കാറുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് സമീപ പ്രദേശങ്ങളിലെ ചില ആരാധനാലയങ്ങൾക്ക് നാശം സംഭവിച്ചെങ്കിലും മാടായിക്കാവ് തദ്ദേശീയരായ പ്രമുഖരുടെ ഇടപെടലിലൂടെയും പ്രതിരോധത്തിലൂടെയുമാണ് സംരക്ഷിക്കപ്പെട്ടത്. ആദ്യം തളിപ്രമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലായിരുന്നു ദേവിയുടെ സാന്നിധ്യം. പിന്നീട് ദേവിയുടെ അരുളപ്പാടിനെ തുടർന്ന് AD 344 അന്നത്തെ കോലത്തുനാട്ട് ഭരണാധികാരി മാടായിയിൽ പുതിയ ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ദാരിക നിഗ്രഹത്തിന് ശേഷം ഉഗ്രരൂപിണിയായ കാളി ഭഗവതിയുടെ കോപം ശമിപ്പിക്കാൻ പരശുരാമൻ മാടായിപ്പാറയിൽ ദേവിയെ കുടിയിരുത്തിയെന്നും ഒരു ഐതിഹ്യമുണ്ട്.